ഹായ് ഡിയേഴ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പത്തിൻ്റെ കൂടെ ഈ ചിക്കൻ കറി വളരെ നല്ലൊരു കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റുമാണ്. ഈ ചിക്കൻ കറിയുടെ ഗ്രേവി ആണെങ്കിൽ വളരെ യമ്മി, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് അറിയേയില്ല. നമ്മൾ എന്തോരം കഴിച്ചാലും മതിയാകില്ല. വളരെ ടേസ്റ്റുമാണ്. നമുക്കിത് വീക്കെൻഡുകളിൽ നമുക്ക് ട്രൈ ചെയ്യാം, സാറ്റർഡേ സൺഡേയ്സൊക്കെ. പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ ഫങ്ഷനും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ എല്ലോട് കൂടിയ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 5-6 കശുവണ്ടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. തേങ്ങ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുക. മല്ലിപ്പൊടിയല്ല കേട്ടോ, മുഴുവൻ മല്ലിയായിട്ടുള്ളത് ചേർക്കുക. ഇത് കൂടുതലങ്ങോട്ട് റോസ്റ്റ് ആകുമൊന്നും വേണ്ട, പതുക്കെ ചൂടായാലും മതിയെല്ലാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തു, മുഴുവൻ മല്ലി. ഇനി ഇതിലേക്ക് ഒരു 6-7 വറ്റൽമുളക്. ഞാനിത് കാശ്മീരി വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാടൻ വറ്റൽമുളകും ഉപയോഗിക്കാവുന്നതാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് നാടൻ വറ്റൽമുളക് ചേർക്കുക. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുളക് വളരെ നീളം കൂടിയതായതുകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കി ഇതിലേക്ക് ചേർക്കുക. പൊടി പോലെ ഒന്നും അരിയേണ്ട ആവശ്യമില്ല, കുറച്ച് വലുതാക്കി വട്ടത്തിൽ നുറുക്കിയിട്ടാലും മതിയാകും. അതൊന്ന് ചൂടാക്കുക. പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു 10-12 ചുള വെളുത്തുള്ളി ചേർക്കുക. അതും ഒന്ന് വഴറ്റുക. അത് 1 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. മൂക്കൊന്നും വേണ്ട, കൂടുതൽ തീയിൽ ചെയ്യരുത്. വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക എല്ലാം കൂടി. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പം നമുക്ക് മാരിനേഷൻ തുടങ്ങാം. ഞാൻ ചിക്കൻ ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. കൂടുതൽ വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പുളി കുറവുള്ള തൈര് ചേർക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ നമുക്കിനി ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക, ചെറുനാരങ്ങ നീര്, അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് പൊത്തി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ മാരിനേറ്റ് ചെയ്തത്. ഇനി നമുക്കിത് പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. വേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 2-3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, അതായത് നടുവേ പിളർന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക, നിരത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന അരപ്പും എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊത്തി വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലോട്ട് വയ്ക്കരുത് കേട്ടോ, കാരണം ഈ അരപ്പൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഇപ്പോൾ ചേർത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലൂസിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ
നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള ഫ്രൈ ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഗ്രേവിക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളത് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയൊക്കെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം വരും. അത്രയ്ക്ക് കാണാനും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ലതായിരിക്കും. ഞാൻ കഴിച്ചിട്ടില്ല. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ കറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, ആഹാ, നല്ല യമ്മി ആയിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും തോറും ചിക്കൻ കൂടുതൽ യമ്മിയും സോഫ്റ്റും ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.